സമാന സ്നേഹമുള്ള വാലാട്ടി അടിമകളെ കാണണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കാണണം. കേരളത്തിൽ മറ്റേത് പ്രൊഫഷൻ എടുത്താലും ഇങ്ങനെ കുറേ അടിമകളെ ഒരിക്കലും ഒരു മുതലാളിക്കും കിട്ടില്ല. പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കെതിരെയും കുരയ്ക്കാനുള്ള ആ ശൗര്യം ഉണ്ടല്ലോ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇന്നിപ്പോൾ BJP സർക്കാരിനെതിരെയുള്ള തൊഴിലാളി പണിമുടക്ക്. സ്വാഭാവികമായിട്ടും തൊഴിലാളികളെന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഒരു മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണല്ലോ. ആ മ്ലേച്ഛത ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവന്മാർ നടത്തുന്ന സമരത്തോട് വല്ലാത്ത പുച്ഛം സവർണ മാടമ്പികളുടെ ഉള്ളിലുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലചന്ദ്രൻ്റെ മോൻ അനൂപും ജോണിൻ്റെ മോൻ വിനുവും PG സുരേഷ് കുമാറും അബ്ജോദ് വർഗീസ് എല്ലാം രാവിലെ കുരയലോട് കുരയൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്കറിയില്ല. കാര്യം വയറ്റിപ്പിഴപ്പ് തരുന്ന മുതലാളി പറയാണ് ഇത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അന്തസ്സും അഭിമാനമുള്ളവർക്ക് പണമല്ല മുഖ്യം, അത് പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. പക്ഷേ ഇവിടെ പണമാണല്ലോ മുഖ്യം ബിഗിലെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ മുതലാളി തരുന്ന നിർദ്ദേശം അത് കൃത്യമായിട്ട് നടപ്പാക്കുകയായിരുന്നു. എല്ലാ സമരങ്ങളോടും പ്രതിഷേധത്തോടും ഇവർക്ക് ഇതേ മനോഭാവമാണെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആ ശബരിമല സമരം ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. അന്ന് സമരത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തിയവരാണ്. കാര്യം അന്ന് മുതലാളിയുടെ പാർട്ടിയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ പണിമുടക്കും ഹർത്താലെല്ലാം സൂപ്പർ. അടുപ്പിച്ചടുപ്പിച്ച് നിരവധി ഹർത്താലുകളാണ് അന്ന് നടന്നത്. അന്ന് വികാരം പൊട്ടി ഒലിച്ചില്ല. പക്ഷേ ഇപ്പോൾ വികാരം പൊട്ടി ഒലിക്കും. നേരത്തെ പണിമുടക്ക് കാലഘട്ടത്തിൽ അടിച്ച ഡയലോഗിന് കിട്ടിയ പണികളൊക്കെ ജോണിൻ്റെ മോൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ 50ഓളം വാർത്തകൾ പണിമുടക്കിനെതിരെ സൃഷ്ടിച്ചത്. ആവേശഭരിതരായിട്ടും ദിവസക്കൂലിക്കാരായിട്ടുള്ള തൊഴിലാളികളെ ഓർത്ത് അവർ വല്ലാതെ വേവലാതിപ്പെടുകയാണ്. ഈ ക്യാമറയിലുള്ള ഡയലോഗിനപ്പുറം ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിച്ച ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുക്കാത്തവന്മാരാണ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ ദിവസക്കൂലി ഓർത്ത് വല്ലാതെ വേവലാതിപ്പെടുന്നത്. അമ്മാതിരി ഡയലോഗുകൾ കേട്ടിട്ട് കേരളം മുഴുവൻ വിറങ്ങലിച്ചു, കേരളത്തിലെ ജനത മുഴുവൻ അത് കണ്ട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് കരുതുന്നതെങ്കിൽ അതൊരു പക്ഷേ ജോൺ പോലും വിശ്വസിക്കില്ല. അതാണ് അവസ്ഥ. അതായത് ഇത്തരം വായ്ത്താരികൾ ജനം കേട്ടാണ് 3-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ തലയും കുത്തി വീണത്. ആ 3-ാം സ്ഥാനത്ത് കിടന്ന് തിളച്ച് മറിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഘപരിവാറുകാർക്കും കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്നവരെയും വെള്ള പൂശാൻ വേണ്ടി മുതലാളി രാവിലെ ഏഷ്യൻ പെയിൻറ്റും വാങ്ങി തന്നു വിട്ടതാണ്. കേന്ദ്ര ദ്രോഹങ്ങൾക്കെതിരെയുള്ള ആ പണിമുടക്കിനെ അങ്ങ് ഇല്ലാതാക്കിയത്. അത് 4 പേരിൽ നിന്ന് വായ്ത്താരിയിട്ടാൽ തീരുന്നതാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിക്കും. എന്തായാലും ശക്തമായിട്ടുള്ള പണിമുടക്ക് കേരളത്തിൽ നടക്കുമ്പോൾ ഒരു സൈഡിൽ കാണാൻ കഴിഞ്ഞ കാഴ്ച ഇതൊക്കെയാണ്. ചിലർക്ക് തൊഴിലാളി സമരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പുച്ഛമാണ്. മുതലാളിയുടെ പണം പറ്റി ജീവിക്കുന്നതുകൊണ്ടും മുതലാളിയുടെ ആശ്രിത വത്സലന്മാരായി നിൽക്കുന്ന അടിമകളായതുകൊണ്ട് തന്നെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഉദരം നിമിത്തം ബഹുകൃത വേഷം. അതാണ് ആ കാണുന്നത്. അതാണ് ഇന്നത്തെ തിളപ്പിന് പിന്നിലുള്ളത്. സമൂഹം ഈ കുരയലിനെ പുച്ഛിച്ച് തള്ളുന്നുവെന്ന് ഈ മഹാന്മാർ അറിയുന്നില്ല. കരുതുകയാണ് ഞങ്ങൾ ഈ നാട്ടിലെ എന്തോ തേങ്ങയാണെന്ന്. കോക്കനട്ട് ബഞ്ച് എന്ന് മാത്രമാണ് നാട്ടുകാർക്ക് തിരിച്ചു പറയാനുള്ളത്.